ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്നിട്ട് ഞങ്ങൾ അവിടെ കാണിക്കാൻ മേലാത്ത ഒരു ഡോക്ടർമാരും ഇനിയില്ല. അവരെല്ലാവരും ഇത് മുഴ കുത്തിയെടുത്ത് അവർ പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. മുഴ കുത്തിയെടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താ സംഭവം എന്നുള്ളത് അവർക്ക് ആർക്കും പിടികിട്ടുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കും ഭയങ്കര സങ്കടമായി. അപ്പോൾ അവർ പറയുന്നത്, കൊച്ചാണ് എപ്പോഴും പറയും, അച്ചാച്ച എനിക്ക് പേടിയാണ്, എനിക്ക് ഈ മുഴ കുത്തിയെടുത്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വേദന, ഇവൻ ആശുപത്രിയിൽ നിന്ന് വേദന തിന്നുന്ന കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടി പോകായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പം എനിക്ക് ഞാനൊരു സെയിൽസ്മാനാണ്. അപ്പോൾ സെയിലിന് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേന് അന്ന് പല കടക്കാരെന്നോട് പറഞ്ഞു, ഇങ്ങനെ ആലപ്പുഴ ഒരു കൃപാസനം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, നീ കൊച്ചിനെയും കൊണ്ട് പോകാവോ, അവിടെ അമ്മ മാതാവാന്ന് പറഞ്ഞു. എനിക്ക് അമ്മ മാതാവിനെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ആ കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്ന് ഞാൻ ഇവൻ്റെ മുഴയെ തൊട്ട് അന്ന് ഫ്രണ്ടിലെ രൂപത്തെ, ഞാൻ അമ്മയുടെ രൂപത്തെ തൊട്ട് ഇവൻ്റെ കഴുത്തേലെ മുഴയെ തൊട്ട് ഞാൻ കരഞ്ഞു പറഞ്ഞു, അമ്മ അടുത്തതിന് പിന്നത്തെ ആഴ്ച ഇവൻ്റെ മുഴയെല്ലാം കീറാൻ പറഞ്ഞേക്കുന്നത്, എനിക്ക് വേറെ ഒരാരുമില്ല, എൻ്റെ കുഞ്ഞിനെ കീറുമൊന്നും ചെയ്യരുത് അമ്മയെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ആശുപത്രിയിൽ ചെന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ ചെന്ന് അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു മുഴ പോലും കാണുന്നില്ലതോ. അവർ സ്കാൻ ചെയ്തപ്പോൾ 9 മുഴയുണ്ടായിരുന്നു. എൻ്റെ ഈശോയ്ക്ക് നന്ദി. പിന്നെ രണ്ടാമത് എനിക്ക് 20 വർഷമായി ഞാൻ മദ്യം കഴിക്കുന്ന ഒരാളാണ്. 20 വർഷമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ദിവസം ഞാൻ കഴിക്കുന്ന മദ്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സാധനമൊന്നും ഞാൻ കഴിക്കാറില്ല. ആരെ കൂട്ടുകാരോ കൂടിയോ ഒന്നും ഞാൻ പോകാറില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി മദ്യം മേടിച്ച് കഴിക്കും. അതിന് ആർക്കും അറിയത്തുമില്ല. ഒരു ദിവസം കഴിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം ഇവിടെ മാതാവിൻ്റെ അടുത്ത് എല്ലാ വെള്ളിയാഴ്ച ഞാനിവിടെ വരും. നമുക്ക് മാതാവിൻ്റെ അടുത്ത് വെള്ളിയാഴ്ച ഞാൻ വന്നിട്ട് പറഞ്ഞു, അമ്മേ എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തേലെ മുഴകൾ മുഴുവൻ മാറ്റി തന്നത് അമ്മയല്ലേ, അമ്മ എൻ്റെ മദ്യപാനം കൂടെ ഒന്ന് നിർത്തി തരാമോ എന്ന് ചോദിച്ച് ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആദ്യത്തെ ദിവസം ഞാൻ മദ്യം കഴിച്ച്, രണ്ടാമത്തെ ദിവസം ഞാൻ മദ്യം കഴിച്ചു, മൂന്നാമത്തെ ദിവസം എനിക്കിത് കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുക. അങ്ങനെ വന്നു കഴിഞ്ഞ് എനിക്കിതിൻ്റെ മണം പോലും അടിക്കത്തില്ലാത്തൊരവസ്ഥയായി. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ആ മദ്യപാനത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഈ ലോറിയെ പോകുന്ന സമയത്ത് ഞാൻ ഈ ഹാൻസും ഈ വഴി കാണുന്ന മുറുക്കാനും ഞാൻ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിതെല്ലാം അമ്മേ എൻ്റെ മദ്യപാനം എല്ലാം നിർത്തി തന്നില്ല, എനിക്ക് ഇതും കൂടി ഒന്ന് നിർത്തി തരാനുള്ളൊരു അനുഗ്രഹം അമ്മ താ അമ്മ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. എനിക്കിപ്പോൾ ദൈവത്തിൻ്റെ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് ഒരു പരിപാടിയില്ല. മാതാവ് എനിക്കതിൻ്റെ മണം പോലും അടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വന്ന് മാതാവ് തന്ന ഓരോ അനുഗ്രഹവും അതുപോലെ തന്നെ എനിക്ക്